അപ്പോൾ എന്താ നൈസ് നമ്മുടെ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കോൾ ക്രാഷ് എങ്ങനെ നമ്മുടെ വാട്സപ്പിൽ ആഡ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഞാൻ വാട്സപ്പ് എടുത്ത് കാണിച്ചു തരാം. അപ്പം വാട്സപ്പിൽ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ DJ Mods വാട്സപ്പ് ആണ് എടുക്കുന്നത്. ആൻറ്റിവൈറസ് ബട്ടൻ്റെ അകത്ത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് നമ്മൾ ബാക്ക് വന്നിട്ട് നമ്മുടെ എന്താണ് MD-VIP എടുക്കുക. അപ്പം നമുക്ക് വേണ്ട ഫയൽ ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തൊക്കെ അപ്പോൾ ജസ്റ്റ് എടുത്തോളൂ അവിടെ നിന്ന്. പിന്നെ നമുക്ക് ഫയൽ ജസ്റ്റ് എവിടെ കിടക്കുന്നത് വെച്ച് എടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി വിടുക. പിന്നെ ബാക്ക് വന്നിട്ട് നമ്മുടെ എന്താണ് MD മാനേജർ നമുക്ക് എടുക്കാം. അപ്പം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാക്ട് APK കൊടുക്കുക. അപ്പം എന്താണ് എക്സ്ട്രാക്ട് APK കൊടുത്ത് ജസ്റ്റ് വാട്സപ്പ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം കേസ്. അപ്പം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തേക്കാം. അപ്പോൾ കോൾ ക്രാഷ് ജസ്റ്റ് ഞാനൊരു റീനെയിം ചെയ്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അപ്പം ജസ്റ്റ് ഞാൻ റീനെയിം ചെയ്തിട്ട് നമുക്ക് വ്യൂ കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് എഡിറ്റർ പ്ലസ് കൊടുത്തിട്ട് ക്ലാസ് ഓൾ കൊടുത്ത് സെലക്ട് ഓൾ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് വന്നിട്ട് ജസ്റ്റ് നമ്മുടെ കോഡിൽ പോയിട്ട് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുക. അപ്പം സെർച്ച് ചെയ്തിട്ട് നമുക്ക് കോഡ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് നമ്മുടെ ബേസ് വാട്സപ്പിൻ്റെ പാക്കേജ് നെയിം ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ചേഞ്ച് ചെയ്യട്ടെ. അപ്പം യോ വാട്സപ്പ് എന്നാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് GB വാട്സപ്പ് ആക്കുവാണ്. അപ്പം എൻ്റെ ബേസ് GB ആണ്. അപ്പം GB വാട്സപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ചേഞ്ച് ചെയ്തേക്കാം. അപ്പം നമ്മൾ എവിടേക്കാണ് റീപ്ലേസ് ആയിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിൽ വന്നിട്ട് നമ്മുടെ എന്താണ് ഞാനിവിടെ ആദ്യം ഒരു കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ആ ഒരു കോഡ് ആ പച്ച കളർ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഇൻവെർട്ടർ കോമയ്ക്ക് അകത്ത് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ സെർച്ച് ബാറിൽ വന്നിട്ട് സ്മാലിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം സെർച്ച് റിസൾട്ട് രണ്ടെണ്ണം ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം എന്താണ് നമുക്കിവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും സെർച്ചിന് കറണ്ട് റിസൾട്ട് കൊടുത്തിട്ട് അടിയിൽ ഞാൻ വേറൊരു കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് എടുക്കുക കേസ്. അപ്പം സെർച്ചിന് കറണ്ട് റിസൾട്ട് കൊടുത്ത് നമ്മൾ എന്താണ് സ്മാലിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓക്കെ കൊടുക്കാം കേസ്. അപ്പം അതിൽ സെക്കൻഡ് വണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുക കേസ്. അപ്പോൾ സെക്കൻഡ് വൺ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നതിൻ്റെ ജസ്റ്റ് നമുക്കിവിടെ കാണാൻ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ് നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് നമുക്ക് ആ റിസൾട്ട് വന്നതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു തൊട്ട് മേളിലായിട്ട് നമുക്ക് SCHAT എന്ന് പറഞ്ഞൊരു സംഭവം ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ എൻഡ് മെത്തേഡ് വരെ ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ എൻഡ് മെത്തേഡ് വരെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഇൻബോക്സ് സ്റ്റാറ്റിക്കിലൊരു എൻഡ് മെത്തേഡ് വരെ ഒരു കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോഡ്സ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തെടുക്കുക കേസ്. അപ്പം എന്താണ് നമുക്ക് ആ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒരു വലിയ കോഡാണ് കിടക്കുന്നത്. അപ്പം ജസ്റ്റ് അതൊന്ന് കോപ്പി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വീണ്ടും വന്നിട്ട് നമുക്കിവിടെ വന്ന് റീപ്ലേസ് ചെയ്യാം കേസ്. അപ്പം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്തിട്ട് ബാക്ക് വരിക. അപ്പം ബാക്ക് വന്നിട്ട് ജസ്റ്റ് നമ്മളെന്താണ് വീണ്ടും നമ്മുടെ സെർച്ച് ഓപ്ഷൻ എടുക്കുക. എടുത്ത് അവിടെ SHP എന്ന് കൊടുക്കുക. ക്ലാസ് നെയിമിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് നെയിമിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് com.gbwhatsapp.io എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ അകത്ത് SHP വരുന്നുണ്ട്. അതൊന്ന് എടുത്തിട്ട് നാവിഗേഷൻ ബാറിൻ്റെ അകത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഗെറ്റ് ഗ്രേഡിയൻറ്റ് കളർ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പം അതൊന്ന് എടുക്കുക. അപ്പം അതിൻ്റെ തൊട്ട് മേളിൽ നമുക്ക് സ്പേസ് കൊടുത്തിട്ട് വീണ്ടും അടിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കോഡൊന്ന് കോപ്പി ചെയ്യുക. അപ്പം നമ്മുടെ എന്താണ് ഗെറ്റ് ഗ്രേഡിയൻറ്റ് കളർ എന്ന് പറഞ്ഞതിൻ്റെ മേളിലായിട്ട് അത് കൊടുക്കേണ്ടത്. അപ്പം ജസ്റ്റ് അതൊന്ന് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ബാക്കി വരിക. എന്നിട്ട് സേവ് ആൻഡ് എക്സിറ്റ് കമ്പൈൽ ചെയ്യുക. നമുക്ക് എന്താണ് നമ്മുടെ ഫയൽ ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമുക്ക് ബാക്ക് വരും. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റും കൂടി കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്ത് നമ്മൾ ജസ്റ്റ് തന്നെ ഫയൽ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. വേറെ ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് വീണ്ടും നമ്മുടെ കോഡ്സിലേക്ക് ഒന്ന് വരാം. എന്നിട്ട് നമ്മുടെ സ്വിച്ച് നമുക്ക് കോഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്വിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഫയലിൻ്റെ അകത്ത് ഏതാ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് പ്രിഫറൻസ് നൽകുക. അല്ലെങ്കിൽ ചെക്ക് ബോക്സ് പ്രിഫറൻസ് എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കോപ്പി ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെ ചെക്ക് ബോക്സ് പ്രിഫറൻസ് ആണ് കിടക്കുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് അതാണ് ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ സ്വിച്ച് പ്രിഫറൻസ് ആണെങ്കിൽ അത് എടുത്ത് കൊടുക്കുക. എന്നിട്ട് റസ്സിലേക്ക് വന്നിട്ട് ജസ്റ്റ് XML ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ നിങ്ങൾ കൊടുക്കുക ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിവൈറസ് ഫയൽസ് എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ അകത്താണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പം MR വൈറസ് നമുക്ക് ഫയലിൽ കിടക്കുന്നത് വൈറസിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ ചെക്ക് ബോക്സ് പ്രിഫറൻസ് ആണ് കിടക്കുന്നത്. അവിടെ ഒന്ന് ജസ്റ്റ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ബാക്ക് സേവ് ചെയ്തിട്ട് ബാക്ക് വരും ഗൈസ്. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് വീണ്ടും അപ്ഡേറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം ജസ്റ്റ് വാട്സപ്പിലേക്ക് പോവുക. അപ്പം എന്താണ് ഓപ്പൺ ആയിക്കോളൂ. ഇൻസ്റ്റാൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി കിട്ടുന്നേക്കും. അപ്പോൾ ജസ്റ്റ് ലാഗ് വരുന്നുണ്ട്. ഇത് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. അപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് നമുക്ക് എന്താണ് ആൻറ്റിവൈറസ് ഫീച്ചേഴ്സിൻ്റെ അകത്ത് ജസ്റ്റ് വാട്സപ്പ് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇത് ഇവിടെ കോൾ ബഗ് ക്രാഷ് ആഡഡ് ആണ് ഗൈസ്. അപ്പം എന്താണ് നമുക്ക് കോൾ ചെയ്തുകൊണ്ട് മറ്റുള്ളൊരു വാട്സപ്പ് ക്രാഷ് ഉള്ള ഓപ്ഷനാണ് ഇപ്പോൾ ആഡ് ആക്കിയേക്കുന്നത്. അപ്പം ജസ്റ്റ് നല്ലൊരു മെത്തേഡാണ്. അപ്പം എല്ലായിടത്തും യൂസ് ചെയ്യാം.